പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ. ഇന്നത്തെ ചിന്താ വിഷയമായിട്ടെടുത്തിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ വിശദമായി പറയുന്ന ഒരു ഉപമയെ അടിസ്ഥാനമാക്കിയാണ്. 15-ാം അധ്യായം ആദ്യ ഭാഗത്ത് അതിൻ്റെ പശ്ചാത്തലം വിവരിക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കോസ്. ചുങ്കക്കാരും പാപികളും യേശുവിനെ കേൾക്കുവാനായിട്ട് അടുത്ത് വന്നുകൊണ്ടിരുന്നു. എന്നാൽ പരീശന്മാരും നിയമജ്ഞരും ഇത് കണ്ട് പിറുപിറുക്കുന്ന ഒരു പശ്ചാത്തലമാണ് അവിടെ കാണുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വർഗം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് വിശദമാക്കുവാനായിട്ട് കർത്താവ് 3 ഉപമകളാണ് പറഞ്ഞത്. ആദ്യത്തെ ഉപമയിൽ 100 ആടുണ്ടായിരുന്ന ഒരു മനുഷ്യന് അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ ആ 99നെയും വിട്ടിട്ട് ഈ നഷ്ടപ്പെട്ട ഒരാടിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നവരെ അന്വേഷിക്കുകയും കണ്ടുകിട്ടിയാൽ അതിനെ തോളിൽ വഹിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് വരികയും അയൽക്കാരെയും സ്നേഹിതരെയും വിളിച്ചുകൂട്ടി സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ചിത്രമാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ ഉപമയിൽ നാണയം കളഞ്ഞുപോയ ഒരു സ്ത്രീയെയാണ് അവിടെ വരച്ചു കാട്ടുന്നത്. സിൽവർ കോയിൻ എന്നാണ് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളി നാണയം. അവർക്ക് 10 നാണയം ഉണ്ടായിരുന്നു, അതിലൊന്ന് കളഞ്ഞുപോയി. അത് കണ്ടുകിട്ടുന്നവരെയും അന്വേഷിക്കുകയും കണ്ടുകിട്ടിയാൽ തൻ്റെ അയൽക്കാരെയും സ്നേഹിതരെയും വിളിച്ചുകൂട്ടി തനിക്ക് നഷ്ടപ്പെട്ടതായ നാണയം തിരിച്ചു കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് സന്തോഷിക്കുവീൻ എന്ന് പറഞ്ഞിരുന്ന മനോഹരമായ ചിത്രമാണ് അവിടെയും കാണുന്നത്. മൂന്നാമത് 2 മക്കളുള്ള ഒരു പിതാവ്, അതിൽ ഒരു മകൻ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ആദ്യത്തെ ഉപമയിൽ 100-ൽ 1 നഷ്ടപ്പെട്ടു. എന്നാൽ ആ നഷ്ടപ്പെട്ട ഒന്നിനെക്കുറിച്ചുള്ള വേദനയോടുകൂടി ആ ഇടയൻ അന്വേഷിച്ച് കണ്ടെത്തുന്നതും, രണ്ടാമത് 10 നാണയമുള്ളതിൽ 1 നഷ്ടപ്പെട്ടാൽ 10-ൽ 1 നഷ്ടപ്പെട്ടതാൽ ആ ഒന്നിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നവരെ തിരയുന്നതായ ആ സ്ത്രീയെയും കാണുന്നു. മൂന്നാമത്തെ ഉപമയിൽ 2-ൽ 1 നഷ്ടപ്പെടുകയാണ്. 50%. 2-ൽ 1 നഷ്ടപ്പെട്ടു. 2 ഉള്ളായിരുന്നു, അതിൽ1 നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചാണ് വിശദമായി ഇന്ന് വിശകലനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ധൂർത്തപുത്രനെന്നും പ്രോഡിഗൽ സണ്ണെന്നും ഒക്കെയും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. പിതാവുമൊത്ത് വസിച്ചിരുന്ന ആ കാലത്തിൽ നിന്നും തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നതിന് വേണ്ടി, താൻ സ്വപ്നം കാണുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന് വേണ്ടി പിതാവിനെ വിട്ട് പോകുവാനായിട്ട് ആഗ്രഹിച്ച ആ മകൻ, അവൻ പിതാവിനോട് ആവശ്യപ്പെടുന്നു, എൻ്റെ ഭാഗം എനിക്ക് വേണം. പിതാവിൻ്റെ സ്വത്തിൻ്റെ അവനുള്ള ഭാഗം അവന് കൊടുത്തു. അവൻ്റെ ഷെയർ വാങ്ങിച്ച് അത് അവൻ പണമാക്കി ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുന്ന സങ്കടകരമായ ഒരു പിക്ചറാണ് അവിടെ കാണുന്നത്. പാപത്തിൻ്റെ വഴിയിലേക്കുള്ള അവൻ്റെ യാത്ര, പിതാവിനോട് പുറംതിരിഞ്ഞുള്ള അവൻ്റെ യാത്ര. ഇവിടെ
വിശദമാക്കുന്നത് സകല മാനവരാശിയുടെയും പിതാവായ ദൈവം മനുഷ്യനെ ഓരോരുത്തർക്കും അവരവരുടെ കഴിവനുസരിച്ച് താലന്തുകൾ നൽകി ഭൂമിയിലാക്കിയിരിക്കുന്നു. ദൈവത്തോട് ചേർന്ന് അവന് ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവത്തോട് പുറംതിരിഞ്ഞ് അവന് ജീവിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീതിയുടെ മാർഗം, വിശുദ്ധിയുടെ മാർഗം, സ്വർഗത്തിലേക്കുള്ള മാർഗം, ജീവൻ്റെ മാർഗം ഇടുങ്ങിയതും ഞെരുങ്ങിയതും അതുവഴി പോകുന്നവർ ചുരുക്കമത്രേ. അവിടെ തനിക്കിഷ്ടം പോലെ ജീവിക്കാനായിട്ട് സാധ്യമല്ല. പിതാവിൻ്റെ അവിടെ ചേർന്ന് പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പിതാവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഭൂമിയിൽ നിർവഹിച്ച് ആ സന്തോഷത്തിൽ ആ പരിമിതിക്കുള്ളിൽ ജീവിക്കുന്നവന് മാത്രമേ പിതാവിനോടൊപ്പം ജീവിക്കാനായിട്ട് സാധ്യമുള്ളൂ. എന്നാൽ പാപത്തിൻ്റെ വഴി, നരകത്തിൻ്റെ വഴി, സ്വാതന്ത്ര്യത്തിൻ്റെ വഴി അത് വലിയ വിശാലമാണ്. അതുവഴി പോകുന്നവർ അനേകരാണ്. ഈ രണ്ട് വഴികളിലൊന്ന് തിരഞ്ഞെടുക്കുവാനായിട്ട് മനുഷ്യന് ദൈവം അനുവാദം നൽകിയിരിക്കുന്നു, സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിലും അത് തന്നെ പറയുന്നുണ്ട്. അവൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് പോകാം. അല്ലാതെ അതിൻ്റെ അവസാനം ദുരന്തമായിരിക്കും എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇളയ മകൻ തൻ്റെ സ്വത്ത് സ്വരൂപിച്ച് പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ദൂരേക്ക് യാത്രയാകുകയാണ്. ദൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ അവൻ അറിഞ്ഞില്ല അവൻ നരകത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുറംതിരിഞ്ഞ് യാത്ര ചെയ്യുന്ന എല്ലാ യാത്രയും ദുരന്തത്തിലേക്കാണ്, നരകത്തിലേക്കാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അവനെ നിയന്ത്രിക്കാൻ ആരുമില്ല. അവനെ സഹായിക്കാനായിട്ട് ധാരാളം പേരെ കിട്ടും. കാരണം അവൻ്റെ കയ്യിൽ ആവശ്യത്തിന് സമ്പത്തുണ്ട്. അവൻ്റെ ഷെയർ വിറ്റ മുഴുവൻ സമ്പാദ്യവുമായിട്ടാണ് അവൻ യാത്ര ചെയ്യുന്നത്. അവനിഷ്ടമുള്ള വഴികളിൽ അവൻ നടന്നു, ഇഷ്ടമുള്ള പോലെ അവൻ ചെലവഴിച്ചു. അപ്പോൾ അവൻ്റെ കയ്യിലിരുന്നത് തീരാനായിട്ട് തുടങ്ങി. ആ ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ അവന് ബുദ്ധിമുട്ട് അനുഭവിക്കാനായിട്ട് തുടങ്ങി. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെയും അവനെ വിട്ട് പോകാനായിട്ട് ആരംഭിച്ചു. ഒടുവിൽ അവൻ ഏകനായി. എപ്പോഴും നാം കാണേണ്ടത് വരുമാനമില്ലാതെ ചെലവഴിക്കാനായിട്ട് മാത്രം മനുഷ്യൻ തുനിയുമ്പോൾ അവൻ്റെ കയ്യിലുള്ളത് തീരും. പാപത്തിൻ്റെ വഴിയെ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ കഴിവുകൾ നഷ്ടപ്പെടും. ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ, ദൈവം തന്നിരിക്കുന്ന പണം, ദൈവം തന്നിരിക്കുന്ന ബുദ്ധി, ദൈവം തന്നിരിക്കുന്ന വിവേകം, ഇതെല്ലാം മനുഷ്യന് നഷ്ടപ്പെടും. അത് പാപത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് സംഭവിക്കുന്നതാണ്. ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ നന്നായിട്ട് ഉപയോഗിക്കുവാനും വ്യാപാരം ചെയ്യുവാനും പൊതുപ്രയോജനത്തിനായിട്ട് ഉപയോഗിക്കുവാനായിട്ടാണ് ഓരോ മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 800 കോടി ജനങ്ങൾ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത്രയും വ്യത്യസ്തമാണ്. ഓരോരുത്തരും അതുല്യരാണ്, ഓരോരുത്തരും യുണീക്കാണ്.
അതുല്യമായ കഴിവുകളും സമ്പദ് വ്യവസ്ഥയും സമയവും സാഹചര്യവും ബുദ്ധിയും കഴിവും ഒക്കെ നൽകിയാണ് മനുഷ്യനെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. അത് ദൈവത്തോട് ചേർന്ന് അത് ചെലവഴിക്കുമ്പോൾ അത് മനോഹരമായിത്തീരും. അവനും അവൻ്റെ ചുറ്റുപാടുള്ളവർക്കും അവൻ്റെ കുടുംബത്തിനും ദേശത്തിനും രാജ്യത്തിനും അത് പ്രയോജനകരമാകും. ഏത് തൊഴിലേർപ്പെട്ടിരുന്നാലും ആ തൊഴിൽ ദൈവം തന്നിരിക്കുന്ന ആ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ഉപയോഗിക്കുമ്പോൾ അവനും അവൻ്റെ സേവനം അനുഭവിക്കുന്നവരും ലോകവും എല്ലാവരും അതിൽ സംതൃപ്തരാകും എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ ഈ ഇളയ മകൻ തനിക്ക് കിട്ടിയ പങ്കുമായിട്ട് അവൻ യാത്ര ചെയ്യുകയാണ്. ദൂരേക്ക് യാത്ര ചെയ്തു. അവൻ്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു. അവനെ സഹായിപ്പാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നു. ദേശത്ത് ക്ഷാമമായി. അവൻ ജോലി അന്വേഷിച്ച് എന്തെങ്കിലും തൊഴിൽ കിട്ടുമോ എന്നന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. പലരുടെ അടുത്ത് ചെന്നു. അവനൊന്നും കിട്ടിയില്ല. അവസാനം അവനൊരു ജോലി കിട്ടി. പന്നിയെ മേയ്ക്കുന്ന ജോലിയാണ്. പാപം മനുഷ്യനെ അടിമത്തത്തിലേക്ക് നയിക്കുന്നു എന്നവിടെ കാണുവാനായിട്ട് സാധിക്കും. അവനൊരു യജമാനൻ്റെ കീഴിൽ അവനിഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്ത് ജീവിക്കേണ്ടതായ അനുഭവം വന്നു. അവൻ അടിമയായി തീർന്നു. അവന് ദാരിദ്ര്യം അവൻ്റെ പിന്നാലെ എത്തി. വിശപ്പടക്കുവാൻ അവനൊന്നുമില്ലായിരുന്നു. പന്നി തിന്നുന്ന ആഹാരം അവനത് ലഭിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. അതും അവന് കിട്ടിയില്ല എന്നാണ് ഈ ഉപമയിൽ കർത്താവ് വിശദമാക്കുന്നത്. സകല വാതിലുകളും അടഞ്ഞ സ്ഥിതിയിൽ അവനെത്തി. നിരാശനായി മരണത്തിൻ്റെ വക്കിൽ എത്തി. പട്ടിണി കിടന്ന് മരിക്കുമോ എന്ന് വരെ സംശയിച്ചു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആണ് അവന് സുബോധമുണ്ടാകുന്നത്. സുബോധം ഒരു വലിയ ദാനമാണ്. നല്ല ബോധം. അതിൻ്റെ അർത്ഥം ഇതുവരെ അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെയും പാപത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചതൊക്കെയും സുബോധമില്ലാതെയാണ്. ബോധമില്ലായ്മയാണ് മനുഷ്യനെ പാപത്തിലേക്കും അടിമത്തത്തിലേക്കും നയിക്കുന്നത്. സുബോധമുണ്ടായപ്പോൾ അവൻ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞു. അവൻ്റെ അപ്പനെ ഓർത്തു. അപ്പൻ്റെ ഭവനത്തെ ഓർത്തു. അവിടുത്തെ സുഭിക്ഷതയെ ഓർത്തു. അവിടുത്തെ ആഹാരത്തെ ഓർത്തു. അവൻ അവിടെ ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവും. അപ്പനോട് ഞാൻ ക്ഷമ ചോദിക്കും. തൻ്റെ കുറ്റങ്ങളെല്ലാം അപ്പനോട് ഏറ്റുപറയും. തനിക്ക് തെറ്റിപ്പോയി എന്ന പിതാവിനോട് ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടും. ഇനി എന്താ തൻ്റെ പുത്രനെന്ന് വിളിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല, ഒരു വേലക്കാരനെ പോലെ എന്നെ സ്വീകരിക്കണമേ എന്ന് പിതാവിനോട് പറയും എന്നവൻ ഉള്ളിൽ തീരുമാനമെടുത്തു. സുബോധമുണ്ടാകുമ്പോൾ ചെയ്യുന്നതായ തീരുമാനമാണ് ഇത്. പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുവാൻ അവൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ തന്നെ അവന് മാനസാന്തരം വന്നു. സുബോധം വരുമ്പോൾ മനസ്സിന്
വ്യത്യാസം വരും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായിത്തീർന്നു. ഇതുവരെയുള്ള അവൻ്റെ യാത്ര പിതാവിനെയും പിതാവിൻ്റെ ഭവനത്തെയും പുറംതിരിഞ്ഞുകൊണ്ടായിരുന്നു. ദൂരേക്കാണ് അവൻ പോയിരുന്നത്. പിതാവിൽ നിന്ന് എത്രമാത്രം ദൂരെ പോകാമെന്ന് അവന് ആലോചിച്ച് ചിന്തിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ സുബോധം വന്നപ്പോൾ പിതാവിൻ്റെ ഭവനത്തിലേക്കായിരുന്നു അവൻ്റെ നോട്ടം. പിതാവിൻ്റെ ഭവനത്തെ ലാക്കാക്കിക്കൊണ്ട്, പിതാവിനെ അഭിമുഖമായി നിന്നുകൊണ്ട്, മുഖാമുഖം കണ്ടുകൊണ്ട്, അവൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് അവൻ യാത്ര ആരംഭിച്ചു. ഇതാണ് മാനസാന്തരം. ഇതാണ് ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പഴയ നിയമവും പുതിയ നിയമവും പ്രവാചകന്മാരും എല്ലാം ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ്. പത്രോസിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് ഇതാണ്: റിപ്പൻറ്റ് ആൻഡ് ടേൺ ടു ഗോഡ്. മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുക, അനുതപിച്ച് മടങ്ങി വരിക. ദൈവം സകല മാനവരാശിയിൽ നിന്നും, സകല മനുഷ്യരിൽ നിന്നും ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ഇതാകുന്നു: മടങ്ങി വരിക, അനുതപിക്കുക, മടങ്ങി വരിക. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ പിതാവ് ഈ മകനെ ദൂരെ കണ്ടു. നമ്മളെ കാണുന്ന ഒരു പിതാവ്, നമ്മൾ മടങ്ങി വരുമ്പോൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവ്, നമ്മുടെ എല്ലാ പ്രവൃത്തികളും കാണുന്ന പിതാവ് നമുക്കുണ്ട്. ആ പിതാവിങ്കിലേക്ക് തിരിഞ്ഞ് പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുമ്പോൾ അവൻ നമ്മെ കാണും. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന, നമ്മുടെ ആന്തരികേന്ദ്രിയങ്ങളെ അറിയുന്ന, നമ്മുടെ ചിന്തകളെ അറിയുന്ന, നമ്മുടെ തീരുമാനങ്ങളെ മാനിക്കുന്ന പിതാവാകുന്നു. അവൻ്റെ മടങ്ങി വരുന്ന ഈ മകനെ കണ്ടുകൊണ്ട് പിതാവ് ഓടി മകൻ്റെ അടുത്തെത്തി. അവനെ കെട്ടിപ്പിടിച്ചു, അവനെ ചുംബനം ചെയ്തു, അവനെ സ്വീകരിക്കുകയാണ്. നമുക്കറിയാം, ഇവൻ ദൂരെ യാത്ര ചെയ്ത് പന്നിയെ തീറ്റി ദരിദ്രനായി, ഒന്നുമില്ലാത്തവനായി, ശൂന്യനായി മടങ്ങി വരുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ നാറ്റമോ ഒന്നും കണക്കാക്കാതെ പിതാവ് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുന്നത്, പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച സ്നേഹം. നമ്മുടെ ഉള്ള അവസ്ഥയിൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവം, അവൻ മാനസാന്തരപ്പെട്ട് അനുതപിച്ച് മടങ്ങി പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ രണ്ട് കൈയും നീട്ടി അവനെ സ്വീകരിക്കുന്ന പിതാവ്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അങ്ങനെ മടങ്ങി വരുമ്പോൾ പിതാവ് അവനെ സ്വീകരിച്ചു. സ്വീകരിക്കുന്ന സമയത്ത് മകൻ തൻ്റെ മനസ്സിൽ കരുതിയ വാക്കുകളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, നിൻ്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, നിൻ്റെ ദാസന്മാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. പിതാവ് അതിന് ഒരു ഉത്തരവും പറയുന്നില്ല. പിതാവ് എന്താണ് ചെയ്യുന്നത്? തൻ്റെ ദാസന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവന് മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുവിൻ. പഴയ അങ്കി മാറ്റി, പാപം നിറഞ്ഞ അങ്കി മാറ്റി പുതിയ അങ്കി ധരിപ്പിക്കുന്ന ആ ദൈവം, പാപത്തെ അതിൻ്റെ സകല രാഗമോഹങ്ങളോടും കൂടി നീക്കിക്കളയുന്ന ആ ദൈവം, പുതിയ മനുഷ്യനാക്കി തീർക്കുന്ന ആ ദൈവമാണ് നമ്മുടെ പിതാവ്. അവൻ്റെ കയ്യിൽ മോതിരം ഇടിക്കുകയും പുതിയ ബന്ധം അവിടെ സ്ഥാപിക്കുകയാണ്. പുതിയ അങ്കി കൊടുത്ത്, പുതിയ ചെരുപ്പിട്ട്, പുതിയ മോതിരം നൽകി അവനെ സ്വീകരിക്കുന്ന ഒരു നല്ല പിതാവിനെയാണ് ഇവിടെ കർത്താവ്
ഉപമയിൽ കൂടി നമുക്ക് നൽകുന്നത്. പിന്നീട് ഒരു ആഘോഷത്തിൻ്റെ സമയമാണ്. തടിപ്പിച്ച പ്രത്യേകം നിർത്തിയിരിക്കുന്ന കാളക്കുട്ടിയെ അടുത്ത് ഭക്ഷണം ഒരുക്കുകയാണ്. സ്നേഹിതരെയും ബന്ധുക്കളെയും വിളിച്ച് ആഘോഷമാണ്. അവിടെ നൃത്തവും സംഗീതവുമാണ്. പിതാവ് പറയുന്നത്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഇവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇവനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ദൂരെ പോകുന്ന ഏത് മനുഷ്യനും ഏത് മകനും പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചവനാണ്. എന്നാൽ മടങ്ങി വരുമ്പോൾ അവൻ ജീവനുള്ളവനായിത്തീരുന്നു. ആ സന്തോഷത്തിലേക്ക് ആണ് ഈ പിതാവ് എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത്. മനസ്സാന്തരപ്പെടുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചും സ്വർഗം ഇത്രയധികം സന്തോഷിക്കുന്നു എന്നാണ് അവിടെ കാണിക്കുന്നത്. ആ ഭവനത്തിൽ വലിയ സന്തോഷമാണ്. എന്നാൽ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വാതിലിന് പുറത്ത് നിൽക്കുകയാണ്. അവനെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. കാരണം അവന് ഒരുപാട് പരിഭവങ്ങളും പരാതികളുമുണ്ട്. മൂത്ത മകൻ പിതാവിനോട് കൂടെയായിരുന്നു. എല്ലാ അവകാശങ്ങളും അവനുണ്ടായിരുന്നു. അവൻ ഏറ്റവും നന്നായി പിതാവിനോട് ചേർന്നിരുന്നുവെങ്കിലും മനസ്സാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച് അവന് സന്തോഷിക്കുവാൻ സാധിച്ചില്ല. ഈ ഇളയ മകൻ എല്ലാം നശിപ്പിച്ച് മടങ്ങി വന്നപ്പോൾ അവനെ സ്വീകരിച്ച് അവനെക്കുറിച്ച് ആഘോഷിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവൻ പുറത്ത് നിൽക്കുമ്പോൾ പിതാവ് പുറത്ത് ചെന്ന് അവനെ സാന്ത്വനം പറഞ്ഞ് അവനെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ ആ ക്ഷണം സ്വീകരിച്ചോ ഇല്ലയോ എന്ന് ആ ഉപമയിൽ പറയുന്നില്ല. അവനെ പുറത്ത് തന്നെ നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ഇവിടെ ശാസ്ത്രിമാരും പരീശന്മാരും പാപികളും ചുങ്കക്കാരും വന്ന് മാനസാന്തരപ്പെടുന്നത് കാണുമ്പോൾ പിറുവിറുക്കുന്നുവെങ്കിൽ അവർ പുറത്താണ്. എന്നാൽ ഈ മാനസാന്തരപ്പെടുന്ന ഓരോ മനുഷ്യനെയും കുറിച്ച് സന്തോഷിക്കുവാനുള്ള ആഹ്വാനമാണ് കർത്താവ് ലോകത്തിന് നൽകുന്നത്. എല്ലാവർക്കും അനുഭവിക്കുവാനും മടങ്ങി വരുവാനും അവസരമുണ്ട്. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. പിതാവ് നമ്മെ സ്വീകരിക്കാൻ രണ്ട് കൈയും നീട്ടി നിൽക്കുന്നു. പാപത്തിൻ്റെ എല്ലാ വഴികളിലും വിട്ട് അനുതാപത്തോടുകൂടി മാനസാന്തരപ്പെട്ട് പിതാവിങ്കിലേക്ക് നമുക്ക് അടുത്തുതരാം. ഈ സ്നേഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വർഗം സന്തോഷിക്കട്ടെ. ആ സന്തോഷത്തിൻ്റെ ഭാഗമായി നമുക്കും ആയിത്തീരാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.